ത്രിതല തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം ശേഷിക്കെ പ്രചാരണം കൊഴുപ്പിച്ച സ്ഥാനാർത്ഥികളും പാർട്ടികളും സ്വതന്ത്രരും. നാളെയാണ് പരസ്യ പ്രചാരണത്തിന് സമാപനം. നെഞ്ചിടിപ്പേറുമ്പോൾ വോട്ടു തേടി പരമാവധി വീടുകൾ കയറാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നാളെയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാലക്കാട് ജില്ലയിൽ ഇനി 2 ദിവസം മാത്രമാണുള്ളത്. പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രവും. നാളെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചാരണത്തിന് അനുമതി. ഇതിനകം സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചാരണം മുക്കും മൂലകളിലും എത്തിക്കഴിഞ്ഞു. 2ാം ഘട്ടമായി ഇന്നും നാളെ വൈകിട്ട് വരെയും വാഹനങ്ങളുടെ കാതടുപ്പിക്കുന്ന ശബ്ദ പ്രചാരണമാണ്. അത് കഴിഞ്ഞുള്ള ബുധനാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ്. അന്ന് പരമാവധി പേരെ കാണാനുള്ള തിടുക്കത്തിലാവും സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. പാലക്കാട്, ചിറ്റൂർ, തത്തമംഗലം, ഷൊർണൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട് തുടങ്ങി 7 നഗരസഭകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. 88 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കും മത്സരം കടുക്കും. പല വാർഡുകളും ഈസി വാക്ക് ഓവറാണെന്ന് കരുതിയതുപോലും കടുപ്പമായതായി പ്രവർത്തകർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയവയാണ് ഇരുമുന്നണികളും പരസ്പരം ഉയർത്തുന്നതെങ്കിലും പ്രാദേശിക വിഷയങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഡിസംബർ 11 വോട്ടെടുപ്പും 13 വോട്ടെണ്ണലും നടക്കും. 6 മണിക്ക് വരി നിൽക്കുന്നവരെ ഗേറ്റ് പൂട്ടി അകത്ത് വോട്ടെടുപ്പിന് അവസരം നൽകും. വോട്ട് ചെയ്യാനായി പുറത്ത് ക്യൂവിൽ കാത്തു നിൽക്കുന്ന വോട്ടർമാർക്ക് ഇരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തും. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമെങ്കിൽ വിശ്രമിക്കുന്നതിനായി പോളിംഗ് ബൂത്തിന് സമീപം പ്രത്യേക മുറിയൊരുക്കും. ഭിന്നശേഷിക്കാർ, രോഗബാധിതർ, പ്രായമായവർ തുടങ്ങിയ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക പരിഗണന ലഭിക്കും. ഈ വിഭാഗക്കാർക്ക് ക്യൂവിൽ കാത്തു നിൽക്കാതെ പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തി ഉടൻ മടങ്ങാൻ സൗകര്യമുണ്ടാകും. കാഴ്ചപരിമിതർ, അംഗപരിമിതർ, ഗുരുതര രോഗമുള്ളവർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്കാണ് മുൻഗണന ലഭിക്കുക. അവശരായ വോട്ടർമാർക്കും കാഴ്ച പരിമിതിയുള്ളവർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രായപൂർത്തിയായ ഒരാളുടെ സഹായം തേടാവുന്നതാണ്. തിരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സൗഹൃദപരമായിരിക്കുമെന്നും ഹരിതചട്ടം കർശനമായി പാലിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതെന്നും കമ്മീഷൻ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.